നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിന് 48 ടീമുകളാണ് ഇത്തവണ കളിക്കാനുള്ളത്. അതിൽ 21 ടീമുകളും ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ യൂറോപ്യൻ മേഖലയിൽ നിന്ന് ഈ മാസവും അടുത്ത മാസവും ഒക്കെ ആയിട്ട് ഒരു 12 ടീമുകളുടെ യോഗ്യത ഉറപ്പാവുകയും ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ അതിവേഗം അതിദ്രുതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഏറ്റവും ഒടുവിൽ ഘാനയാണ് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത്. കാമറൂസിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചതോടുകൂടിയാണ് ഘാനയുടെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഘാനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രൂപ്പിൽ മോശമല്ലാത്ത പ്രകടനം അവർ നടത്തുകയും ഒടുവിൽ ഒന്നാം സ്ഥാനം, അതായത് 10 കളികളിൽ നിന്ന് 8 വിജയം 1 സമനില 1 തോൽവി 25 പോയിൻറ്റോടെ ഒന്നാം സ്ഥാനം പിടിച്ചുകൊണ്ടാണ് ആഫ്രിക്കൻ മേഖലയിൽ നിന്ന് അവർ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത്. അവരെ കൂടാതെ ആഫ്രിക്കയിൽ നിന്ന് ഇപ്പോൾ ഓൾറെഡി യോഗ്യത ഉറപ്പാക്കിയവർ അൾജീരിയ, ഈജിപ്ത്, മൊറോക്കോ, ടുണീഷ്യ ടീമുകളാണ്. ഇതിൽ ടോട്ടൽ 48 ടീമുകളിൽ 21 ടീമുകൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഓരോ മേഖലയിൽ നിന്നും ആരൊക്കെയാണ് യോഗ്യത ഉറപ്പാക്കിയതെന്ന്. കോ ഹോസ്റ്റുമാരെന്ന നിലയിൽ കാനഡയും മെക്സിക്കോയും USA ആദ്യമേ യോഗ്യത ഉറപ്പിച്ചതാണ്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനിൽ നിന്ന് ഓസ്ട്രേലിയ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, ജോർദാൻ, ജപ്പാൻ, കൊറിയ റിപ്പബ്ലിക്ക്, ഉസ്ബെക്കിസ്ഥാൻ ടീമുകളാണ് ഇതുവരെ യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത്. പിന്നെ ആഫ്രിക്കയിൽ നിന്ന് ഘാന, അൾജീരിയ, ഈജിപ്ത്, മൊറോക്കോ, ടുണീഷ്യ ടീമുകൾ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. കോൺമബോളിൽ നിന്ന് അർജൻറ്റീന, ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, പരാഗ്വേ, ഉറുഗ്വായ് ടീമുകൾ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. OFCയിൽ നിന്ന് ന്യൂസിലാൻഡ് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. പ്ലേ ഓഫിന്, അതായത് ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് നടക്കാനുണ്ട്. അതിൽ 6 ടീമുകൾക്ക് അതിൽ യോഗ്യത ഉണ്ടായിരിക്കും. അതിൽ ഓൾറെഡി ഇപ്പോൾ യോഗ്യത നേടിയിട്ടുള്ളത് ബൊളീവിയയും ന്യൂ കലഡോണിയയുമാണ്. എന്തായാലും ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ പ്ലേസസ് എന്ന് പറഞ്ഞാൽ AFCയിൽ നിന്ന് 8 ടീമുകളാണ്. അതുപോലെ AFCയിൽ നിന്ന് ഒരു പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസും ഉണ്ടാകും. CAFൽ നിന്ന് ഡയറക്റ്റായിട്ട് 9 ടീമുകളെത്തും. അവിടെ നിന്ന് ഒരു പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസും ഉണ്ടാകും. കോൺകാഫിൽ നിന്ന് 6 ഡയറക്റ്റ് സ്പോട്ടുകൾ ഉണ്ടാവും. 2 പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസുകൾ അവർക്കുണ്ടാവും. കോൺമബോളിൽ നിന്ന് 6 ഡയറക്റ്റ് സ്പോട്ടുകൾ ഉണ്ടാവും. ഒരു പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസ് ഉണ്ടാവും. OFCയിൽ നിന്ന് ഒരു ഡയറക്റ്റ് സ്പോട്ടും പിന്നെ ഒരു പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസുമാണ് ഉണ്ടാവുക. UEFAയിൽ നിന്ന് 16 ഡയറക്റ്റ് സ്പോട്ടുകളാണ്. പക്ഷേ അതിൽ 12 ടീമുകളാണ് യോഗ്യതാ റൗണ്ടിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിയുമ്പോൾ മുന്നോട്ട് പോവുക. പിന്നെ UEFAയിലെ ടീമുകൾ തമ്മിൽ തന്നെയുള്ളൊരു പ്ലേ ഓഫ് ഉണ്ട്. അതുവഴിയായിരിക്കും ബാക്കി 4 ടീമുകൾ എത്തുക. എന്തായാലും വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശത്തിലേക്ക് പതിയെ ലോകം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഡിസംബർ 5 വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.